ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന US-ഇസ്രയേൽ സൈനിക നടപടിയുടെ ഏറ്റവും മനുഷ്യത്വരഹിത നടപടി അത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെ പാരിയായി മാറിയിരിക്കുകയാണ്. സംഘർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ 175 പേർ കൊല്ലപ്പെട്ടതായി കരുതപ്പെടുന്ന മിസൈൽ ആക്രമണത്തിൽ കൂടുതലും കുട്ടികളാണ്. എന്നാൽ ഈ ആക്രമണം ഇറാൻ കെട്ടിച്ചമച്ചതെന്നായിരുന്നു പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. ഈ വാദത്തെ പൊളിച്ചുകൊണ്ടാണ് US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം US സൈന്യം നടത്തിയ ഓപ്പറേഷനിലാണ് കുട്ടികൾ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. മാർച്ച് 3-ന് നടന്ന പെൺകുട്ടികളുടെ ശവസംസ്കാരത്തിന്റെ ചിത്രങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ പ്രദർശിപ്പിച്ചത് ലോകം മുഴുവൻ നുറുങ്ങുന്ന വേദനയായി മാറിയിട്ടുണ്ട്. ഇറാനിയൻ പതാകകൾ കൊണ്ട് പൊതിഞ്ഞ അവരുടെ ചെറിയ ശവപ്പെട്ടികൾ ഒരു ട്രക്കിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടത്തിന് മുകളിലൂടെ ശവകുടീരങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ ദൃശ്യങ്ങൾ ബോംബാക്രമണത്തെ ആഗോളതലത്തിൽ അപലപിക്കുക മാത്രമല്ല, അന്താരാഷ്ട്ര അന്വേഷണത്തിനുള്ള ആഹ്വാനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ ബോംബാക്രമണം നിഷേധിച്ച ട്രംപ് ഭരണകൂടം ബോംബാക്രമണം അന്വേഷണത്തിലാണെന്ന് പറയുന്ന വാദങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ ഇന്റലിജൻസ് തന്നെ പൊളിച്ചടുക്കിയിരിക്കുന്നത്. മാർച്ച് 7-ന് ന്യൂയോർക്ക് ടൈംസ് പ്രസിഡന്റ് ട്രംപിനോട് അമേരിക്ക സ്കൂളിൽ ബോംബാക്രമണം നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ അഭിപ്രായത്തിലും ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിലും അത് ഇറാൻ ചെയ്തതാണെന്നാണ്. അവരുടെ ആയുധങ്ങളുടെ കാര്യത്തിൽ അവർ വളരെ കൃത്യതയില്ലാത്തവരാണ് എന്നായിരുന്നു. അന്ന് തന്നെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് സാധാരണക്കാരെ ലക്ഷ്യമിടുന്ന ഒരേയൊരു പക്ഷം ഇറാൻ മാത്രമാണെന്നായിരുന്നു. സ്കൂൾ ആക്രമണത്തിന് പിന്നിൽ US സേനയായിരിക്കാമെന്ന് 2 US ഉദ്യോഗസ്ഥർ മാർച്ച് 5-ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ അന്തിമ നിഗമനത്തിലെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ലെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ട്രംപിനെ പ്രതിക്കൂട്ടിലാക്കി പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ആക്രമണത്തിൽ US പങ്കാളിത്തം ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. OCND വെബ്സൈറ്റായ ബെല്ലിംഗ്കാറ്റും ന്യൂയോർക്ക് ടൈംസും ആക്രമണത്തിന്റെ പുതിയ വീഡിയോയുടെ സ്വതന്ത്ര വിശകലനം കാണിക്കുന്നത് സ്കൂളിൽ US ഡോമോഹോക്ക് മിസൈൽ പതിച്ചിരിക്കാനാണ് സാധ്യതയെന്നാണ്. ഇറാന്റെ മെഹർ ഏജൻസിയാണ് കഴിഞ്ഞ ദിവസം വീഡിയോ പുറത്തുവിട്ടത്. ഡോമോഹോക്ക് മിസൈലുകൾ ഉപയോഗിക്കുന്ന സംഘർഷത്തിൽ ഉൾപ്പെട്ട ഒരേയൊരു രാജ്യം അമേരിക്കയായതിനാൽ ആക്രമണത്തിന് ഇറാനാണ് ഉത്തരവാദി എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിന് പുതിയ വീഡിയോ പൊളിച്ചെഴുതുന്നുണ്ട്. ബെല്ലിംഗ്കാറ്റ് ആൻഡ് ദി ന്യൂയോർക്ക് ടൈംസിന്റെ വീഡിയോ വിശകലനം കാണിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നാവിക താവളത്തിലെ ഒരു മെഡിക്കൽ ക്ലിനിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കെട്ടിടത്തിലാണ് മിസൈൽ പതിച്ചതെന്നാണ്. നാവിക താവളത്തിൽ മിസൈൽ പതിക്കുന്നതിന് മുൻപ് തന്നെ സ്കൂളിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിന്ന് പുകയും പൊടിയും ഉയരുന്നതായി വീഡിയോയിൽ കാണാം. ഇത് പ്രകാരം ആക്രമണത്തിന്റെ സമയക്രമം സൂചിപ്പിക്കുന്നത് ബേസിന്റെ അതേ സമയത്താണ് സ്കൂളും ആക്രമിക്കപ്പെട്ടതെന്നാണ്. ഫെബ്രുവരി 28-ന് ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി സൈനിക ആക്രമണം ആരംഭിച്ചതിന് ശേഷം US നാവികസേന ഡസൻ കണക്കിന് ഡോമോഹോക്കുകളെ വിക്ഷേപിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നാവികസേന നിരവധി ഡോമോഹോക്കുകളെ വിക്ഷേപിക്കുന്നതായി കാണിക്കുന്ന US സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയ വീഡിയോ സ്കൂൾ ആക്രമിച്ച ദിവസം ചിത്രീകരിച്ചതാണ്. US യുദ്ധവകുപ്പിന്റെ അഭിപ്രായത്തിൽ ഡോമോഹോക്കുകൾ ദീർഘദൂര വളരെ കൃത്യതയുള്ള ഗൈഡഡ് മിസൈലുകളാണ്. അവയ്ക്ക് ഏകദേശം 1000 മൈൽ പറക്കാൻ കഴിയും. ഓരോ ഡോമോഹോക്കിനും ഏകദേശം 20 അടി നീളവും 8.5 അടി ചിറകുകളുമുണ്ട്. ഏകദേശം 300 പൗണ്ട് DNDയുടെ സ്ഫോടനാത്മക ശക്തി ഉൾക്കൊള്ളുന്ന വാർഹെഡുകൾ ഡോമോഹോക്കുകളിൽ ഘടിപ്പിക്കാം. ഒരു സ്കൂളിനെയോ ആശുപത്രിയെയോ മറ്റേതെങ്കിലും സിവിലിയൻ ഘടനയെയോ മനഃപൂർവ്വം ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം ഒരു യുദ്ധക്കുറ്റമായിരിക്കും. സ്ഥിരീകരിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ പതിറ്റാണ്ടുകളായി US സംഘർഷങ്ങളിൽ സിവിലിയൻ മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംഭവങ്ങളിൽ ഒന്നായിരിക്കും ഈ ആക്രമണം.